കോൺഗ്രസിന്റെ കരട് പ്രകടന പത്രിക പരിശോധിച്ച് അംഗീകരിക്കാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം തുടങ്ങി. AICC ആസ്ഥാനത്താണ് യോഗം. കോൺഗ്രസ് പ്രകടന പത്രിക ജനങ്ങളുടെ ശബ്ദമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞു. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. നിതിൻ, സ്ത്രീ വോട്ടർമാരെ അടക്കം ലക്ഷ്യമിട്ടുകൊണ്ട് വലിയ വാഗ്ദാനങ്ങൾ ഇടം പിടിക്കുന്ന ഒരു പ്രകടന പത്രികയായിരിക്കും എന്ന തരത്തിലുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. നേതാക്കൾ അത് സംബന്ധിച്ചുള്ള സൂചനകളൊക്കെ നേരത്തെ നൽകുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ് നിതിൻ അംബുജൻ? റിജിത്ത്, എന്തായാലും കർഷകരെയും സ്ത്രീകളെയും യുവാക്കളെല്ലാം തന്നെ ആകർഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനങ്ങൾ, വാഗ്ദാനങ്ങൾ ഈ പ്രകടന പത്രികയിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 5 വാഗ്ദാനങ്ങൾ നേരത്തെ തന്നെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു. അതിൽ കർഷകർക്ക് ന്യായം, അതോടൊപ്പം തന്നെ യുവാക്കൾക്ക് ന്യായം തുടങ്ങിയ പ്രഖ്യാപനങ്ങളാണ് നടത്തിയത്. അതോടൊപ്പം തന്നെ ജാതി സെൻസസ് നടപ്പാക്കുക, കൂടാതെ താങ്ങുവിലയിൽ കർഷകർക്ക് ആശ്വാസകരമായ പ്രഖ്യാപനമായ താങ്ങുവിലയിൽ നിയമനിർമ്മാണം എന്ന ഉറപ്പും നേരത്തെ തന്നെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ പ്രകടന പത്രികയിൽ അന്തിമ അംഗീകാരം നൽകും. ഇപ്പോൾ CWC പുരോഗമിക്കുകയാണ്. അതിനുശേഷം വൈകാതെ ഒരു പക്ഷേ ഇന്നോ നാളെയോ മറ്റന്നാളോ ആയി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ ജനങ്ങളുടെ വാഗ്ദാനങ്ങൾ നിറവേറ്റുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് രാജ്യത്തിന്റെ ശ്രദ്ധ ആകർഷിക്കാൻ കഴിഞ്ഞ ഏതാനും നാളുകളായി കോൺഗ്രസ് നടത്തിയ പ്രചരണത്തോടുകൂടി കഴിഞ്ഞിരിക്കുന്നു. 2004 സമാനമായ ഒരു സാഹചര്യം, അതായത് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ പോലെ തന്നെ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJP രണ്ടാമതും അധികാരത്തിലെത്തുമെന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് 2004 പിന്നീട് സംഭവിച്ചത് കോൺഗ്രസ് UPA വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. സമാനമായ നിലയിലുള്ള രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മോദിയുടെ ഗ്യാരണ്ടി 2004 സമാനമായ ഫലമായിരിക്കും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ ഈ കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.